ചെത്തനാപ്പിക്ക് ഒരു 200 രൂപ വേണം. എന്തിനാടാ 200 രൂപ? എനിക്കൊരു പുതിയ ഷൂസ് വേണം. തോമാച്ചാൻ്റെ ഇളയമോടെ മമുദിസായിക്ക് പോകാനാ. അയ്യോ, ഇപ്പൊ ഉള്ളത് ഇട്ടോണ്ട് അങ്ങോട്ട് പോയാ മതി. ഷൂസ് അടുത്ത റേസിനുള്ള മണം അടിച്ചു തുടങ്ങി. ഇതിൻ്റെ ഫാഷൻ പഴയതാ. ഫാഷൻ പഴയതാണേലും മാമോദിസ നടന്നോളൂ. വാചകം അടിക്കാതെ 200 രൂപ താ. ഈ കടയിൽ എനിക്കും കൂടെ അവകാശമുള്ളതാ. കഴുതേ, 2 പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടിട്ട് ഈ കട എനിക്കും ആ കട നിനക്ക് നിന്നിട്ട് നല്ല ഡീസന്റ് ആയിട്ടല്ലേ നമ്മുടെ അപ്പച്ചൻ കണ്ണടച്ചത്. പിന്നെ ഇത് കോണത്തിലെ വകയിലാണ് അതിന്റെ അവകാശം. പിന്നെ എടാ, അപ്പൻ നിനക്ക് തന്നത് അപ്പനായിട്ട് തുടങ്ങിയ ശരപറയെന്ന് പണിയുള്ള വർക്ക്ഷോപ്പാ. ഓഹോ, അതിന് കാരണമുണ്ടാ. ഞാൻ നിന്നെ പോലെ നാട് നിങ്ങളെ തെണ്ടി നടക്കുമല്ലായിരുന്നു. കുടുംബത്തിന്റെ പ്രാരാബ്ദം ഉദ്ദേശിച്ച് 10ാം വയസ്സിൽ വർക്ക്ഷോപ്പിൽ കയറിയവനാ ഞാൻ. 12ാമത്തെ വയസ്സിൽ ബുള്ളറ്റ് ബൈക്കിന്റെ ആംബിയർ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഈ പാപ്പി. അതൊന്നും നീ എന്നോട് പറയണ്ട. എന്റെ കടയിൽ ഒരു ഒറ്റ കുഞ്ഞു കയറാറില്ല. നിന്റെ ഇഷ്ടംപോലെ ആൾക്കാർ കയറുമല്ലേ, പണിയുള്ളത്. ഓടാമില്ല ഇവിടുന്ന്. എനിക്ക് ഈ ബിസിനസ് ഉണ്ടെങ്കിലേ അത് ഞാൻ കഷ്ടപ്പെട്ടിട്ടാ ആവെന്ന് പറഞ്ഞാണല്ലോ നിന്നോട് ഞാൻ ഈ വണ്ടി ബിസിനസ്സുമായിട്ട് ഇറങ്ങരുത്. അപ്പൊ പറ്റത്തില്ല, എനിക്കിട്ടുണ്ടാക്കിയേ പറ്റുള്ളൂ. ഉണ്ടാക്കിയോ? എന്നെ ഉണ്ടാക്കി 10 വർഷം കഴിഞ്ഞല്ലേ നിന്നെ ഉണ്ടാക്കിയ. നീ എനിക്കിട്ടുണ്ടാക്കാൻ എന്തു ചെത്തനാപ്പി ഇത്? ഒന്നുമില്ലേ, എന്ത് ഭാഷ ഇത്? ഒന്നുമില്ല, നിങ്ങളൊരു നാടകൃത്തല്ലേ? നാടകൃത്ത്. ഓ, മനുഷ്യനെ മെനക്കെടുത്ത ഓരോരുത്തന്മാര് കേറി വന്നോളൂ. മോടും പോയി, എല്ലാം പോയി. നീ കുത്തിയിരുന്ന് ഇവിടുത്തെ ആ നട്ടൊന്ന് മുറുകിക്കേ. ബാബിച്ച ഒരു 200 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. എടാ കൊച്ചനെ, 200 രൂപയുണ്ട്, എനിക്ക് 6 മാസത്തെ റേഷൻ മേടിക്കാം. അല്ല, ഈ ചെത്തനാപ്പിക്ക് പട്ടാളത്തിൽ നിന്ന് പെൻഷനൊക്കെ ഇല്ലേ? ആ കാശൊക്കെ എന്ത് ചെയ്യും? പിന്നെ അവന് പെൻഷനൊക്കെ ഉണ്ട്. അവന് ഈ കോട്ട മേടിക്കാൻ പോകുന്ന പരിപാടി ഉണ്ടല്ലോ. കോട്ടയം മേടിച്ച് 4 ഉടുപ്പും കൂടെ മേടിച്ച് കഴിയുമ്പോഴേക്കുണ്ടല്ലോ അത്യാവശ്യത്തിനുള്ള പൈസ എല്ലാം തീരും. പിന്നെ വരവെങ്ങനെയാ? അവിടെ തൊട്ടല്ലേ അടിച്ചു വരുന്നത്. അവിടെ നിന്ന് അടിച്ച് ഇവിടം വരെ എത്തുമ്പോഴേക്കും കൈ പിന്നെ 5 പൈസ പോലും ഇല്ലാതാവും. ഓവർടേക്ക് ചെയ്യണോ? ഇതാരടാ? എങ്ങനെ അങ്ങോട്ട് ഷൈൻ ചെയ്യല്ലേ? ഇടിച്ചിടാൻ നോക്കുക. പശു പശു. ഞാൻ ഓർത്ത് പശുവിന്റെ കാര്യം തീരുവാനായിരുന്നു. ഇറങ്ങി. നീ ഏതാ? ഞാൻ സീത. ശ്രീരാമനല്ലേ? ആ അതെ, മുള്ളൂർക്കാരൻ. നിന്നെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുഞ്ഞമ്മയുടെ വീട്ടിൽ അവധിക്ക് വന്നതാ. നീരറ്റുപുറത്തെ സദാശിവന്റെ മോളാ. സദാശിവൻ സാറിന്റെ മോളെന്ന് പറയുമ്പോ അമേരിക്കയിലല്ലേ? അതെ. എന്നിട്ടാണ് ഈ വേഷം? ഞാൻ വിചാരിച്ചു കൈയില്ലാത്ത ഉടുപ്പും ഇച്ചിരി ഇല്ലാത്ത നിക്കറും ഒക്കെ ആയിരിക്കും. ആ വേഷത്തിൽ കാണില്ല അങ്ങ് അമേരിക്കയിൽ വരണം. പിന്നെ എനിക്കിഷ്ടമാ ഇങ്ങനെ ദേഹം നേറിയ തുണി. അത് കൊള്ളാം. എനിവേസ്, ഞാൻ പോട്ടെ. I'll see you again. Bye. ടാറ്റാ. ടാറ്റാ. ടാറ്റ വേണ്ടായിരുന്നു, ബൈ ബൈ മതിയായിരുന്നു.
ടാങ്കിനകത്തേ കുറച്ച് പൊടിയും തുരുമ്പൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാച്ചോ. ഇനി പീലിപ്പോസിന്റെ കണ്ണിന്റെ ഫ്യൂസ് അടിച്ചു പോയതാണോ? കഴിഞ്ഞ തവണ പള്ളി ആശുപത്രി നടത്തിയ സൗജന്യ ക്യാമ്പിൽ ഞാൻ കാണിച്ചതാ. ഒരു കുഴപ്പമില്ല. ഇനി ഇതുവല്ല ദൈവവിളി ആവോ? ആദ്യം മാലാഖ, ഇപ്പോ രക്തം. അതിനിടെ സെൽഫി. തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷെ അതല്ല എൻ്റെ പ്രശ്നം. ഞാൻ കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൽ നിന്ന് BSc കെമിസ്ട്രി പഠിച്ചവനാണ്. അതിന് ഈ പെട്രോളും രക്തവും കൂടെ ചേർന്ന ഘടന മാറും, നിറം തന്നെ മാറും. ഓ, പീലിപ്പോസിന് ഇപ്പം ഓർഗാനിക് കെമിസ്ട്രി ഒന്നും അറിയാത്ത കാരണം ഞാൻ എൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല. ഇത് ഞാൻ കണ്ടതാച്ചോ. ബൈബിൾ വായന നടക്കുന്നുണ്ടോ? 4 നേരം. 2 നേരം മതി. ഇത്തരം പുസ്തകങ്ങൾ കൂടുതൽ വായിച്ചാലും മനസ്സിന് അത്ഭുത കാഴ്ചകൾ കാണാനുള്ളൊരു ത്വരയുണ്ടോ? മോരൊഴിച്ച് കഴിക്കാൻ ഇച്ചിരി ചോറെടുക്കട്ടെ? വേണ്ട. ഏതെല്ലാം വഴിയിലൂടെ യുവമരി കഥ കൊണ്ടുപോയിരിക്കുന്നല്ലേ മോളെ. ഇനി ഇതുവരെ എങ്ങനെ കൊണ്ടുചെന്ന് തീർക്കും? ഓ, പെട്ടെന്നൊന്നും തീർക്കണ്ടാന്നേ. കണ്ടാ കരച്ചിലാണേലും കണ്ടില്ലേ ഒരു ഏനക്കേടാ. അപ്പാ, ടൗണിലൊക്കെ ഇപ്പൊ കേബിൾ ഉണ്ട്. അതെന്തുവാ? കേബിൾ എടുത്താ ദൂരദർശൻ മാത്രല്ല വേറെയും ചാനൽ കിട്ടും. അതിൽ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതിൽ സ്ത്രീ എന്ന് പറഞ്ഞൊരു സീരിയലും. ഓ, ഇതൊക്കെ ഈ നാട്ടിൽ ഇനി എന്ന് വരുമോ? എന്റെ ആട് പോയേ, ഇത് ഞാൻ എങ്ങനെ സഹിക്കും? ഈ മുറ്റത്ത് കെട്ടിയിരുന്ന ആട് എവിടെ പോകാനാടി? ഇത് നിങ്ങളുടെ ചേട്ടൻ ആ കാലം മറന്ന് ഒറ്റയെടുത്തിന്റെ പണിയാ. മുട്ടയിടുന്ന കോഴിയെ കൊണ്ടുപോയപ്പോ ഞാൻ പ്രാഗിയില്ല. അമ്മച്ചി പ്രാഗിയായിരുന്നു. എനിക്ക് തന്നുണ്ടടി എന്റെ ഗീവർഗീസ് പുണ്യാള. എന്റെ ആടിനെ കൊണ്ടുപോയപ്പോ മുട്ടിഞ്ഞു പോണേ. ഇനി നമുക്ക് ചോദ്യങ്ങൾ എന്താന്ന് നോക്കാം. ആട്ടിൻ കാഷ്ടത്തിൽ നിന്നും ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കാൻ കഴിയുമോ? ചോദിച്ചിരിക്കുന്നത് റാന്നി ബ്ലോക്ക് പടിയിൽ നിന്നും മോളി സോളി പോളി. തുന്നിക്കെട്ടുണ്ടോ ചിത്രാബി? എടാ, അതിന് മുറിഞ്ഞാലല്ലേ തുന്നി കെട്ടാൻ പറ്റും. ഇത് വെറുതെ വേഷം കെട്ടല്. ഏയ് ഒന്ന് ചതഞ്ഞതേ ഉള്ളൂ. ഏയ് ഇടയ്ക്കിടയ്ക്ക് തല ചൂട്ടിലുണ്ട്. ചിത്രാബേ 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 പാപ്പിച്ചായോ? എന്നാലും ഇത് കുറച്ച് കടന്ന കൈയായി പോയി. ആർക്കാടാ ഇവിടെ തലകറക്കം? എണീക്ക. എന്റെ 850 രൂപ വിലയുള്ള ആടിന് ആര് സമാനം പറയും? 850 അല്ല 750. അത് എൻ്റെ ആടായിരുന്നു. ഏത് വകയില്? ആ ആടിന്റെ തള്ളയുടെ തള്ളേ നിന്റെ മോളുടെ 18ാം പിറന്നാളിന് ഞാൻ സമ്മാനമായിട്ട് തന്നതായിരുന്നു. അതെന്തോ ന്യായമോ യത്തനാപ്പി? ഇവന് ന്യായമല്ലോ ഉണ്ടോ? എടാ, ആ ആടിനെ കൊടുത്തത് ഞാൻ. അത് തിന്ന പ്ലാവിലെ ഉണ്ടായ പ്ലാവ് വെച്ച് പിടിപ്പിച്ചത് എൻ്റെ അപ്പൻ.
അത് പെറ്റിട്ടത് എന്റെ അപ്പം മേടിച്ച മണ്ണ്. അപ്പൊ പിന്നെ ആ ആട് എന്റെയും കൂടെ അല്ലയോ? സംസാരിച്ചിട്ട് കാര്യം പാപ്പിച്ച ഞങ്ങളൊക്കെ ഇല്ലേ പാപ്പിച്ചാന്റെ കൂടെ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ റേസ് നടത്തി തീർക്കാമെന്ന് തീരുമാനിച്ചിട്ട് കൊല്ലം രണ്ടായി. ഇതിപ്പോ ആദ്യമായിട്ടാ പാപ്പിച്ചായൻ തെറ്റിക്കുന്നത്. റേസ് നടത്തിയെന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ നിന്ന് മോടിച്ചുകൊണ്ട് വിറ്റ് ആളെ എന്റെ വീട്ടിൽ കൊണ്ട് തിരിച്ചു കിട്ടുമോ? പാപ്പിച്ചായൻ റേസിന് ജയിച്ച ചെത്തനാപ്പടയിൽ നിന്ന് ഞങ്ങൾ കാശ് മേടിച്ചു. തോറ്റാ മറന്നേക്കണം. എടാ പിള്ളേരെ കേട്ടോ, നീ പോടാ, നീ വേടാ. അതെ, തകർത്തേക്കണം കേട്ടോ, കത്തിച്ചേക്കണം. പെൻഷൻ കാശ് തീർന്നിരിക്കുക. ഓ കൊണ്ടുപോകട്ടെ ഇവനെയൊക്കെ വെച്ചോളും. സ്പാനർ അടിക്കരുത് കേട്ടോ. ഇവരെന്തെന്ന് കാണിക്കും വട്ട